അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ കുരുവട്ടൂർ ത്വരീഖത്തുകാരൻ നൗഷാദൻ ടീമും ഇവരെന്താണ് മണ്ടന്മാരാണോ അതല്ല മണ്ടന്മാരായി അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. മണ്ടന്മാരാണെങ്കിൽ മണ്ടത്തരം തിരുത്തി കൊടുത്താൽ മനസ്സിലാകും. അല്ല, മണ്ടന്മാരായി അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം കേരളത്തിലുള്ള ജനങ്ങൾ വിവരമില്ലാത്തവരോ മറവി രോഗം പിടിപെട്ടവരോ അല്ല. ഒരു കാര്യം ആദ്യം പറയുക, അതിന് നേരെ ഉൾട്ടയായിട്ട് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിനങ്ങളിലായി സ്റ്റേജിൽ കയറി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ യോജിച്ചതുമല്ല. ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഇല്ലതാനും. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ നിന്ന് പ്രവചിച്ചതിൻ്റെ ഫലമായിട്ട് പ്രസിഡൻ്റ് സ്ഥാനത്ത് വന്നയാളാണെന്നൊക്കെ രൂപത്തിൽ പ്രഭാഷണം നടത്തി വലിയ പണ്ഡിതനാണ്, ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ സയ്യിദുൽ ഉലമയെ പറ്റി പറയുന്നത് വഹാബി ആശയമാണ് ഈ പറയുന്നതെന്നും ഇത് വഹാബിസമാണ് എന്നും ശംസുൽ ഉലമ അടക്കമുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ് ഇതെന്നും ആണ് ഇപ്പോൾ സമുദായത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ബുദ്ധിയും വിവരവും വിവേകവുമുള്ള ഒരു ടീമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നൗഷാദ് കുരുവട്ടൂരിനും ടീമിനും ഇല്ലാണ്ടായോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പിഴച്ച ദുർമാർഗികളുടെ പിഴച്ച മാർഗങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്നും അള്ളാഹു നമുക്കെയും കാത്തുരക്ഷിക്കട്ടെ എന്നൊരു പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തണം. വഴിപിഴച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര നന്നാക്കിയാലും എത്ര പ്രഭാതം പോലെ പൊട്ടിവിടർന്ന് സത്യം അവരെ മുന്നിൽ കൊണ്ടുവച്ചാലും അംഗീകരിക്കാനുള്ള മനസ്സ് അവർക്ക് കിട്ടൂല. അതുകൊണ്ട് അള്ളാഹു ഒന്നുകിൽ അവരെ നന്നാക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ഷർറിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തായാലും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ചില പ്രഭാഷണത്തിൻ്റെ ഭാഗങ്ങൾ കൂടി കേട്ടുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. സാദാത്തീങ്ങളിൽ വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് ജിഫ്രി കുടുംബം. ആർക്കാണ് ഇവിടെ തർക്കം? ജിഫ്രി തങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസ്സലാം കോളേജിൽ അവിടുത്തെ മുദർരിസായി പ്രത്യേകം ശംസുൽ ഉലമ നിയോഗിച്ചതാണ്. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഉലമാനോട് ഉമറാക്കളോട് മുത്തുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവർ നേതൃത്വം നൽകുമെന്നും ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. സയ്യിദുൽ ഉലമ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ്. കണ്ടാലും അത് റസൂലുള്ള തന്നെ ആയിക്കൊള്ളണമെന്നില്ല. തങ്ങളെ അത് അബദ്ധമാണ്. അത് സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരാണ്. അത് ഹഖായ ദീനിനെതിരാണ്. ഇത് ശംസുൽ ഉലമ പഠിപ്പിച്ച ആശയമല്ല. പിന്നെ പറയുന്നു വളരെ കൃത്യമായി, ശൈത്താൻ ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞു വരും. എന്നോട് മനസ്സിലായോ? അപ്പോൾ നീ കാണുന്നത് ശൈത്താനായിരിക്കും. തങ്ങളെ അത് ഭീമാബദ്ധമാണ്, അത് തെറ്റാണ്. അത് സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരാണ്. ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനെതിരാണ്. നബി ഇമാം പഠിപ്പിച്ചതിനെതിരാണ്. മുഴുവൻ ഇമാമിങ്ങളും പഠിപ്പിച്ചതിനെതിരാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നത് അത് ഒന്നെങ്കിൽ സ്വഹാബിയാകണം, അല്ലെങ്കിൽ സിഫാത്ത് പഠിച്ച പണ്ഡിതന്മാരാകണം. അല്ലാത്തവരൊന്നും കാണുന്നത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സമസ്ത പ്രസിഡന്റായാലും സംസ്ഥാന പ്രസിഡന്റായാലും ലോക പ്രസിഡന്റായാലും ആര് പറഞ്ഞാലും അത് ശരിയല്ല.